ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണാൻ പോണത് മസ്റ്റ് ഡേ ദ പ്ലേ ബോയ് എന്ന സീരീസിലെ 4th എപ്പിസോഡാണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള എപ്പിസോഡ്സൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത എല്ലാവരും പോയി കാണണം. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് എടുക്കാം. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോണ സമയത്ത് സെയിൻ്റെ ഒരു ഫ്രണ്ടിനെ അവർ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ അവിടുത്തെ സ്റ്റാഫ്സ് വന്നിട്ട് സെയിനെ നോക്കിയിട്ട് വളരെയധികം സന്തോഷിക്കുന്നതും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താര ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, നിന്നെ നോക്കിയിട്ട് അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നീ ഒന്നും മൈൻഡോട് ചെയ്യണില്ലല്ലോ, ഇനി ഞാൻ കൂടി ഉള്ളതുകൊണ്ടാണോ എന്നൊക്കെ താര സെയിനെ കളിയാക്കിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ സെയിൻ പറയുന്നുണ്ട്, അത് നിനക്ക് എന്നെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരാളായതുകൊണ്ട് എന്നെ കാണുമ്പോൾ പെൺപിള്ളേരൊക്കെ എൻ്റെ പിന്നാലെ വരും. അതൊക്കെ സ്വാഭാവികമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ചെറിയ സംസാരമൊക്കെ ഉണ്ടാവേണ്ടത്. ആ സമയത്താണ് സെയിൻ്റെ ഒരു പഴയ ഫ്രണ്ട് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്ന സമയത്ത് സെയിൻ താരേനെ പരിചയപ്പെടുത്തുന്നത് ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാണ്. ആ സമയത്ത് ആ പെൺകുട്ടി ഞെട്ടിപ്പോണുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, നീ ഇതിനു മുമ്പേ ആരെയും ഗേൾ ഫ്രണ്ടാണെന്നൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് കേൾക്കുമ്പോൾ തന്നെ താരയ്ക്ക് കുറച്ച് ഇമ്പ്രസ്സൊക്കെ ആയ പോലെ നമുക്ക് തോന്നണ്ടേ. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കുകയാണ്. സെയിനാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഫുഡ് ഓർഡർ ചെയ്ത സമയത്ത് താരയ്ക്ക് അത് അത്ര ഇഷ്ടമില്ലാത്ത ഫുഡാണ്. അപ്പോൾ താര സെയിനോട് പറയുന്നുണ്ട്, നിന്നോട് ഞാനാണോ ഈ ഫുഡ് ഓർഡർ ചെയ്യാൻ പറഞ്ഞത്, ഇതെനിക്ക് വേണ്ട, നിനക്ക് വേണമെങ്കിൽ നീ തിന്നോ എന്ന് പറഞ്ഞിട്ട് താര വേറെ പുതിയൊരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഈ സ്വഭാവമാണ് ഇഷ്ടമായത് താര, നീ ഭയങ്കര ജെന്യുവനാണ് കേട്ടോ, ഞാൻ ആർട്ടിഫിഷ്യലായിട്ടുള്ളതൊന്നും എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല എന്ന്. അപ്പോൾ താര ചിരിക്കുന്നുണ്ട്. താരയ്ക്ക് സത്യത്തിൽ സെയിനെ അത്ര ഇഷ്ടമൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും താര ഈ ഒരു കമ്പനി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ടെന്നുള്ളത് നമുക്ക് ഇവരുടെ കോൺവെർസേഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി തിരിച്ച് താരേനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് സെയിൻ പോകുകയാണ്. ആ സമയത്ത് താരയുടെ അടുത്ത് സെയിൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേറ്റൊക്കെ, നിനക്കിഷ്ടമായോ എന്ന്. അപ്പോൾ താര പറയുന്നുണ്ട്, കൊള്ളായിരുന്നു, ഞാൻ വിചാരിച്ചത്ര ബോറൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് സെയിൻ തിരിയണ സമയത്ത് ജസ്റ്റ് കിസ് ചെയ്യാൻ പോലെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കിടയിൽ ഒരു ഓക്വേർഡായിട്ടുള്ളൊരു മൊമെൻ്റാണ് അവിടെ നടക്കണത്. താരയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടുണ്ട്. താര വേഗം തന്നെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോണേന്ന്. സെയിൻ വിചാരിക്കുന്നുണ്ട്, അവൾ എന്തൊരു ഇന്നസെൻ്റാണ്, അവളുടെ എക്സ്പ്രഷൻസൊക്കെ വളരെയധികം ഇന്നസെൻ്റ് ആണല്ലോ എന്ന്. താരയാണെങ്കിൽ ആകെ ചമ്മി നാറിയിരിക്കുകയാണ്. താര വന്നിട്ട് പറയുന്നുണ്ട്, സെയിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നുമല്ലല്ലോ കേട്ടത്, പക്ഷെ ഇവനിത് എന്ത് പറ്റി, അവൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണല്ലോ എന്നോട് ബിഹേവ് ചെയ്തത് എന്നൊക്കെ. അതിനാണ് താര വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കൗശി ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കൗശി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത്, നീ ഇതുവരെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ഞങ്ങളോടെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ സെയിന് ഇഷ്ടമാണെന്നുള്ള കാര്യം. ഇതൊക്കെ എപ്പോഴാ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളോട് പറയണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല, ഞാൻ ഒട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല സെയിനെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊരു ദിവസം സ്കൂൾ ലൈബ്രറിയിൽ വെച്ച് എനിക്കൊരു കുട്ടീനെ ക്രഷ് അടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അത് സെയിനായിരുന്നു. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കൗശി എന്നൊക്കെ കൗശിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കൗശി ആകെ ഞെട്ടുണ്ട്. എന്നിട്ട് കൗശി പറയുന്നുണ്ട്, നീ അന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ പയ്യൻ സെയിൻ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പാണോ? ഞാൻ അറിഞ്ഞിടത്തോളം സെയിൻ ഇത്രയും ഒരാൾക്ക് വേണ്ടി എഫേർട്ട് ഇടാത്ത ഒരാളാലോ എന്നൊക്കെ. അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. താരേ, നിതിന് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്ന സമയത്ത് താര പറയുന്നുണ്ട്, നിതിന് എന്നെ ഇഷ്ടമോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, നിതിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീലേ കിട്ടിയിട്ടില്ല എന്നൊക്കെ താര കൺഫ്യൂഷൻ അടിച്ച് പറയുന്നുണ്ട്. പിന്നെ താരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്തുണ്ടായേ എന്ന്. അപ്പോൾ താര പറയുന്നുണ്ട്, ഞങ്ങളിന്ന് ഡേറ്റിങ്ങിന് പോയി എന്ന് പറഞ്ഞപ്പോൾ കൗശി ആകെ ഞെട്ടുണ്ട്. ആദ്യമായിട്ടാണ് ക്ലാസ് കട്ട് ചെയ്ത് താര ഒരു സ്ഥലത്തേക്ക് പോണത്. അതിൻ്റെ സന്തോഷം താരയുടെ മുഖത്ത് കാണാമായിരുന്നു.
അങ്ങനെ കൗശി വരുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണുണ്ട്. ആ സമയത്ത് സെയിൻ്റെ ഒരു പഴയ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. പുള്ളിയുടെ പേരാണ് ജഗൻ. ജഗൻ കുറേ നാൾ എബ്രോഡായിരുന്നു. ഒരു 3 വർഷത്തിനൊക്കെ ശേഷമാണ് ഇവർ തമ്മിൽ കാണുന്നത് തന്നെ. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. നിതിൻ, സെയിൻ, ജഗൻ, പിന്നെ റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളി. ആ പുള്ളിക്കാരൻ എന്ത് പറ്റിയെന്നുള്ളത് നമുക്കറിയില്ല. അതിന് വരുന്ന എപ്പിസോഡുകളിൽ കാണും. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ട്രിപ്പ് എന്നൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ചെക്കൻ ചോദിക്കുന്നുണ്ട് ജെയിൻ്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് എങ്ങനെയുണ്ട് എന്ന്. അപ്പോഴാണ് 4ാമത്തെ ക്യാരക്ടറായിട്ടുള്ള റിവറിനെ കാണിക്കണത്. ഇതും ജെയിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ അവൻ കുറച്ചും കൂടി ഒരു കോമഡി ടൈപ്പാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ജെയിൻ്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് പൊതുവെ ഉള്ളവരെ പോലെ ഒന്നുമല്ല, ഭയങ്കര കുപ്പി ഗ്ലാസ്സൊക്കെ വെച്ചിട്ടൊരു പഠിപ്പി ക്യാരക്ടറാണ് എന്നൊക്കെ. അപ്പോൾ ജെയിൻ പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊന്നും അല്ലടാ, അവൾ കൗശിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ അതുവഴി എനിക്ക് കൗശിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ താരേനെ പ്രേമിക്കണേ എന്നാണ് പറയണത്. അപ്പം തന്നെ ജെയിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താരേനല്ല, കൗശിയുടെ അടുത്തേക്കാണ് ജെയിൻ്റെ പോക്കെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ജെയിൻ്റെ അടുത്ത് ഫ്രണ്ട് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടിനെ നാളെ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തിത്താം. എൻ്റെ ഒരു പാർട്ടി ഉണ്ട്, അതിലേക്ക് അവളെയും കൊണ്ട് വരണം. അഥവാ നീ അവളെ ഉപേക്ഷിച്ച് പോയാലും എനിക്ക് അവളെ ഉപയോഗിക്കാമല്ലോ എന്ന്. അത് പറയുന്ന സമയത്ത് ജെയിൻ വളരെയധികം ചൂടാവുന്നുണ്ട്. ജെയിൻ അവനെ അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മറ്റവൻ വന്നിട്ട് ഇവനെ തടുക്കുന്നുണ്ട്. അങ്ങനെ ജെയിൻ പറയുന്നുണ്ട് ശരി എന്നാൽ ഞാൻ നാളെ അവളെയും കൊണ്ട് വരാൻ നോക്കാം എന്നുള്ള രീതിയിൽ. ഇനി നാളെ താര പോകുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. ബൈ ബൈ.